عليكم السلام. الفاتحة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Okay. Helmi, you can start. Okay. Assalamu alaikum wa rahmatullahi wa barakatuh. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. Rabbi shrah li wa yassir li amri. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani fayafqahu qawli. Bismillahir rahmanir rahim. Today, I am going to speak a few lines about truthfulness and honesty. Honesty is essential quality. People trust a person who has this quality. People has honest persons. People like honest persons. Allah tells us to deal honestly with people. He commands us to deal honestly in all affairs. A Muslim must be honest in business. He must be honest in judgment of others. He must deal honestly with others in all situations. This is also said in Quran, Surah At-Tawbah, ayat number 119. يا أيها الذين آمنوا اتقوا الله فقولوا مع الصادقين. O you who believe, fear Allah and be with those who are truthful. Rasul sallallahu alaihi wasallam was very truthful and trustworthy. Even before he became the prophet of Allah, people called him Al-Amin, which means the trustworthy, and As-Sadiq, which means truthful. Rasul sallallahu alaihi wasallam said, "Alaykum bis-sidq fa inna as-sidqa yahdi ila al-birri wa inna al-birra yahdi ila al-jannah." You must be truthful. Verily truthfulness leads to righteousness, and righteousness leads to paradise. Al-Bukhari and Muslims. Honesty. Things to remember. Honesty is an essential quality. People like honest persons. Allah deal honestly with others. A Muslim must be honest in all situations. Rasul sallallahu alaihi wasallam was a very truthful and trustworthy person. People called him Al-Amin. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Okay. ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ലൈക്ക് ചെയ്താൽ മതി. പറഞ്ഞത് എന്താ എന്ന് ആയിഷയോ? ആയിക്കോട്ടെ, ആയിഷ പറഞ്ഞേ, എന്താ പറഞ്ഞത്? ഓഡിയോ ഓൺ ചെയ്യ ആയിഷ. ആയിഷ ഓഡിയോ ഓൺ ചെയ്തേ. ആ പറയ്, എന്താ പറഞ്ഞത്? ഹൽമി എന്താണ് പറഞ്ഞത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രൂത്ത്ഫുള്ളും അത്രയൊക്കെ അറിയുള്ളൂ. ലാസ്റ്റ് പറഞ്ഞ വാക്ക് അവളുടെ മനസ്സിലുണ്ട്, അത് അവള് പറഞ്ഞു. സത്യസന്ധത, കളവ് അല്ലേ? കളവ് പറയാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ.
ലൈഫിൽ ഇതുവരെ കളവ് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ. ഒരു ലൈക്കും ഇവിടെ വരാൻ പോകുന്നില്ല. ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കളവായിരിക്കും. കളവ് പറയാത്ത ആരും ഉണ്ടാവില്ല. സിറ്റുവേഷണലായിട്ട് കളവ് പറയേണ്ടി വരും അല്ലേ? കളവ് ലൈഫിൽ ചില സമയത്ത് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വെറുതെ കിച്ചണിലേക്ക് ചെന്ന് നോക്കുമ്പോണ്ട് ടേബിൾമേൽ ഒരു ചോക്ലേറ്റ് വെറുതെ കിടക്കുന്നു. ചോക്ലേറ്റ് അങ്ങനെ വെറുതെ കിടക്കാൻ പാടില്ല. നിങ്ങൾ വേഗം എടുത്തിട്ട് നൈസായിട്ട് അത് കഴിച്ചു. അതിന്റെ കവർ അവിടുത്തെ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടു. അത് ആര് കൊണ്ടുവച്ചതാണെന്നോ ആർക്ക് വേണ്ടിയാണോ എന്നൊന്നും നിങ്ങളുടെ നുണക്ക് മുമ്പിൽ ബുദ്ധി വർക്ക് ചെയ്തില്ല. നിങ്ങളുടെ ആ ഒരു ആർത്തിയുടെ മുന്നിൽ ബുദ്ധി വർക്ക് ചെയ്തില്ല. അത് ആര് കൊണ്ടുവച്ചതാണ് എന്നോ ആർക്ക് വേണ്ടി വെച്ചതാണോ എന്നൊന്നും നിങ്ങളുടെ വർക്ക് ചെയ്തില്ല. നിങ്ങൾ അതെടുത്ത് വിത്തിൻ സെക്കൻഡ്സ് ഷാപ്പിട്ടു എന്നൊക്കെ പറയില്ലേ, അകത്താക്കി. ഓക്കെ, നിങ്ങൾ വളരെ കൂളായിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി നിങ്ങളുടെ മറ്റ് ജോലികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മ വന്നിട്ട് ചോദിക്കുന്നത്, ഇവിടെ വെച്ച ചോക്ലേറ്റ് ആരെടുത്തു? പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റ പോലെ ആയിരിക്കും അല്ലെ? കാരണം ഉമ്മാന്റെ ആ ചോദ്യം തന്നെ ഒരു ഡബിൾ സ്ട്രോങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഉമ്മ വേറെന്തോ കാര്യത്തിന് മാറ്റി വെച്ചതാണ് അത്. അപ്പോ ആരെടുത്തു എന്നുള്ളത് പിന്നെ പെട്ടെന്ന് നിങ്ങളൊന്നും പറഞ്ഞില്ല അല്ലെ? നിങ്ങള് ഉഗ്രനൊരു നുണ പറഞ്ഞു സ്പോട്ടില്. ഞാൻ മേലെയായിരുന്നു, ഞാൻ ഇപ്പോഴാണ് താഴെത്തിയത് അല്ലെ? രക്ഷപ്പെടാൻ ഏക വഴി അത് മാത്രമായിരുന്നു. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കടന്നുപോയി. ഉമ്മ തെരച്ചിലോട് തെരച്ചിൽ, എല്ലായിടത്തും തെരയുന്നു, കട്ടിന്റെ അടിയിൽ എല്ലായിടത്തും. സത്യം പറഞ്ഞോന്ന് ഇടക്കിടക്ക് വന്ന് നിങ്ങളോട് ചോദിക്കണുണ്ട്. അപ്പൊക്കെ നിങ്ങൾ പറയാണ് ജെന്യൂൺ ആയിട്ട്, ഞാൻ എടുക്കുന്ന അമ്മ പറയണത്, ഞാൻ എന്തിനാ കളവ് പറയണത്? എനിക്ക് കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊരു ചോക്ലേറ്റ് ആർക്കാ വേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ അതിസമർത്ഥമായി രണ്ടാമത്തെ നുണയും പൊട്ടിച്ചു. അതോടെ ഉമ്മക്ക് സമാധാനമായി. നീ എടുത്തില്ലല്ലോ, രക്ഷപ്പെട്ടു. ആഫ്റ്റർ 1 hour വയറ്റിന്റെ അകത്ത് നിന്നൊരു ഭൂകമ്പം നടക്കുന്ന പോലെ ഫീലിംഗ്. പെട്ടെന്ന് ഛർദി വന്നു അല്ലേ? നല്ല വയറുവേദന. ഉമ്മനോട് പോയി പറഞ്ഞ പാടെ ചോദിച്ചു, ഉമ്മ നീ അത് തിന്നോ? അത് തിന്നു. അതല്ലേ എന്നോട് ചോദിച്ചിരുന്നത്? അത് ഇവിടെ എലിശല്യം കൂടിയത് കൊണ്ട് വിഷം വെച്ചതാണ്. അതിൽ ചെറിയൊരു മരുന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും പ്രശ്നമാവും. ഇപ്പൊ തന്നെ കാറ് വിളിക്ക്, ഉപ്പനെ വിളിക്ക്, വേഗം ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കും. വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വയറുവേദനയോടെ കണ്ണുനീര് വന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മ ചോദിച്ചു, കട്ട് തിന്നരുത്, കളവ് പറയരുത് എന്നൊക്കെ എന്നോട് ഒരുപാട് പറയാറില്ലായിരുന്നോ എന്ന് ചോദിച്ചു അല്ലെ? അപ്പൊ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ കള്ളം പറഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. ചെറിയ കളവാണെങ്കിലും വലിയ കളവാണെങ്കിലും ചിലപ്പോ ഒരു ചീത്ത കേട്ടേക്കാം, ചിലപ്പോ ഒന്ന് അടിച്ചേക്കാം. ഉമ്മയും ബാപ്പയൊക്കെ അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അതൊക്കെ അടി കൊണ്ടാലും ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത്. ജമാലുദ്ദീൻ അഫ്ഗാനിയാണോ പിന്നെ അതുപോലെ മൊഹീദ്ദീൻ ഷെയ്ഖാണോ എന്നറിയില്ല. ഈ രണ്ടാലൊരു പണ്ഡിതന്റെ ചരിത്രമാണ്. എനിക്ക് ആ ചരിത്രത്തെ പറ്റി കൃത്യമായ ഓർമ്മയില്ല. ഒരു പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ്, യാത്ര കഴിഞ്ഞ് വേറൊരു യാത്രക്ക് പോവാണ്. ഹൈസ്കൂൾ സ്റ്റഡിക്ക് വേണ്ടി ആ നാട്ടിൽ സ്കൂളില്ല, അപ്പം ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഒരു കച്ചവടക്കാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര പോവാണ്. പെട്ടെന്ന് വഴിയിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് കൊള്ളക്കാര് കൊള്ളയടിക്കാൻ തുടങ്ങി. കച്ചവടക്കാരെ മുഴുവൻ സാധനങ്ങളും അവർ പിടിച്ചെടുത്തു. വാളുമായിട്ട് കൊള്ള സംഘം പെട്ടെന്ന് വീണു. കൊള്ളത്തലവൻ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവരുടെ പോക്കറ്റിലെ ക്യാഷ് അവിടെ ഇങ്ങനെ അവരെ കൊള്ളത്തലവന്റെ മുമ്പിൽ വെക്കാൻ പറഞ്ഞു. എല്ലാവരും വെച്ചു. തമാശക്ക് കൊള്ളത്തലവൻ ഒരു തമാശ ചോദിച്ചു. ഒരു കുട്ടിയാണ്, എനിക്ക് തോന്നുന്നത് ജമാലുദ്ദീൻ അഫ്ഗാനി അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ്, രണ്ടാലൊരു വ്യക്തിയാണ്, അഫ്ഗാനിയാണെന്നാണ് എന്റെ ധാരണ. അപ്പൊ ഇത് കുട്ടിയാണ്, ചെറുപ്പത്തിലാണ് സംഭവം. കുട്ടിയോട് ചോദിക്കാണ്, എന്റെ കയ്യിൽ എന്തോ ഉണ്ടടാന്ന് ചോദിച്ചു അല്ലെ? കുട്ടിയോട് അങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, തമാശ വെച്ചാണ്. അപ്പൊ ഉടനെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ കുപ്പായത്തിന്റെ അടിയിൽ ഉമ്മ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ക്യാഷ്.
പുറത്ത് കളഞ്ഞു പോവാതിരിക്കാനും വേറെ എടുക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതാണ് ആ ക്യാഷ്. അതിങ്ങനെ മറച്ചു വെച്ചിട്ട് അത് തുറന്ന് കാണിച്ചു കൊടുത്തു. ഇവിടെയാണ് ഉമ്മ ക്യാഷ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ കൊള്ളത്തലവന് ചിരിയോട് ചിരി എന്ന് പറഞ്ഞാല് കാരണം ചിരിക്കാതിരിക്കാൻ എങ്ങനെ വരും? എല്ലാവരും ആ കുട്ടിക്ക് മറച്ചു വെക്കായിരുന്നു അത്. അപ്പം കൊള്ളത്തലവൻ ചോദിച്ചു, നിനക്കിത് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ കൊള്ളത്തലവൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത്? കളവ് പറയരുത് എന്ന്. അപ്പൊ ആ ഒരു വാക്ക് കേട്ടിട്ട് കൊള്ളത്തലവന്റെ മനംമാറ്റം ഉണ്ടായി എന്നും അയാള് പിന്നീട് ആ കൊള്ളയും അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് മാറി എന്നാണ് ചരിത്രം. അതിൽ തന്നെ വേറൊരു ചോദ്യം, ഒരു സംഭവം കൂടെ ഉണ്ട്. കൊള്ളത്തലവനോട് ഈ കുട്ടി ആവശ്യപ്പെട്ടത്, നിങ്ങൾ ഈ ക്യാഷ് വേണേലും എടുത്തോളൂ, എന്റെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തരണം. ബുക്സ് ഉണ്ട് അതില്, ആ ബാഗിലൊക്കെ, ആ ബുക്സ് എനിക്ക് തിരിച്ചു തരണം. അപ്പൊ കൊള്ളത്തലവൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ബുക്കില്ലെങ്കിൽ നീ പൊട്ടനായി പോവോ? നിനക്ക് അത് കാണാതെ പഠിച്ചൂടെ എന്നുള്ള ഒരു ചോദ്യം അവിടെ മനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നീട് എല്ലാം കാണാതെ പഠിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കുട്ടി വളർന്നു. ആ വലിയ പണ്ഡിതനായിട്ട് മാറുകയാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും കളവ് പറയരുത് എന്ന ഹെൽമിയുടെ ക്ലാസ്സോട് കൂടി ഇന്ന് നമ്മുടെ ക്വിസിലേക്ക് കടക്കുകയാണ്. ഷാബിലെ ഇന്നും ഇൻട്രോ കൊടുക്കണം. പുതിയ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ഈ ഖുർആൻ അക്കാഡമിയിൽ പഠിക്കാത്തവരോ ആദ്യമായിട്ട് ഈ ക്വിസിന് അറ്റൻഡ് ചെയ്യുന്നവരോടൊക്കെ പറയാനുള്ളത്, ഇവിടെ ഒരു ഖുർആൻ അക്കാഡമി നടക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ക്വിസ് എന്നൊക്കെ കേട്ട് ഓടി വന്നതായിരിക്കും. ഖുർആൻ അക്കാഡമി നടക്കുന്നുണ്ട്. 24 hours നിങ്ങൾക്ക് വരാം, പഠിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ പഠിക്കാം. യാതൊരു നിർബന്ധവും ഇല്ല. ആയത്തുകള് ഒരായത്താണ് ഒരായത്ത്, അരയാണ് അര. ഇനിയിപ്പോ ആരാ ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട്? ഏതോ ഒരു വിദ്യാർത്ഥി, ഞാൻ പേര് പറയുന്നില്ല, വീഡിയോയിൽ വന്നിട്ട് ഫുഡ് കഴിക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് ഇരിക്കുക. എല്ലാവരും മുമ്പിൽ വന്നിട്ട് അങ്ങനെ കഴിക്കരുത്. ഓക്കെ, ശരി. അപ്പോ പിന്നെ പിന്നെ എപ്പോഴും പിന്നെ ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞാല് ഞാൻ പറയാറുണ്ട്, ഇതിപ്പോ യൂട്യൂബിലേക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ്. യൂട്യൂബിൽ കലാകാലം നിൽക്കണ്ട. ചിലപ്പോ 5 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വലിയ പോസ്റ്റിലേക്കും വലിയ വലിയ ആളൊക്കെ ആയിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ വന്നത് ഇങ്ങനെ തിന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് തന്നെ മോശമാവും. അതുകൊണ്ട് എപ്പോഴും നല്ല സീറ്റിൽ ഇരിക്കുക, നല്ല ടാബിളിൽ ഇരിക്കുക, നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിനൊക്കെ ഒരു സിസ്റ്റം ആയിട്ട് ചെയ്യണം. ഇത് ബെഡിലൊക്കെ കടന്ന്, ചിലർ സോഫയിലൊക്കെ കടന്ന് കാലും ഒക്കെ കയറ്റിയിട്ട് ഇങ്ങനെ കടന്നിട്ട് അങ്ങനെയൊന്നും വരരുത്. ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ ഗേൾസ്, നിങ്ങൾ മറക്കേണ്ട പോലെ മറച്ച് ഇസ്ലാമിക് ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുക. ഇത് റെക്കോർഡിംഗ് നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വീഡിയോ പിന്നെ ഓൺ ചെയ്യുന്നവരുണ്ട്, ഓഫ് ചെയ്യുന്നവരുണ്ട്. ഓൺ ചെയ്യലാണ് ക്വിസിൽ കുറച്ചുകൂടെ വിശ്വാസ്യത. ഇനി നമ്മൾ നേരെ ക്വിസിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ്. ക്വിസ് കഴിഞ്ഞ് നമ്മൾ പിരിയും ഇൻഷാ അല്ലാഹ്. ഷാബിലാണ് ക്വിസ് മാസ്റ്റർ. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ഇന്നും എല്ലാ ദിവസവും ഇൻട്രൊഡക്ഷൻ കൊടുത്തു, കാരണം പുതിയ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയട്ടെ ഷാബിലെ, നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പെട്ടെന്ന് അവർക്ക് വീണ്ടും ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ വെബ്സൈറ്റിലേക്ക് കയറുക എല്ലാവരും. ഓക്കെ, സ്ക്രീനോട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. എന്നോട്ട് ഡിസേബിൾ ചെയ്തോ? ഓക്കെ, അപ്പോ വെബ്സൈറ്റിന്റെ പേര് www.socrative.com. ഇത് വെബ് ബ്രൗസറിൽ അടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പേജ് കിട്ടും. അവിടെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഒരു ലോഗിൻ ബട്ടൺ കിട്ടും. അപ്പൊ ആ ലോഗിൻ ബട്ടൺ ഞെക്കിയിട്ട് ഈ സ്റ്റുഡന്റ് ലോഗിൻ പറഞ്ഞിട്ടും ഒരു ടീച്ചർ ലോഗിൻ പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ സ്റ്റുഡന്റ് ലോഗിൻ ഞെക്കണം, ടീച്ചർ ലോഗിൻ ഞെക്കിക്കൂടാ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പേജ് കിട്ടും. അപ്പൊ ഇവിടെ കോഡ് ചോദിക്കുമ്പോ അൽ ഫുർഖാൻ കോഡ് ഉണ്ടാവും. എന്നൊക്കെ പറയാ. അപ്പൊ www.socrative.com വെബ് ബ്രൗസറിൽ അടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് കിട്ടും. അതില് ലോഗിൻ ബട്ടൺ നോക്കിയിട്ട് സ്റ്റുഡന്റ് ലോഗിനിൽ പോയിട്ട് കോഡിങ് ചോദിക്കുമ്പോൾ അൽ ഫുർഖാൻ എന്ന് കോഡ് അടിക്കണം. സ്റ്റാർട്ട് ചെയ്തോ ഇൻഷാ അല്ലാഹ്. ഷാബിൽ ഓഡിയോ മ്യൂട്ട് ചെയ്യരുത് കേട്ടോ.
മ്യൂട്ടായില്ലേ? Okay, Ustad. In share 3, 2, 1. Okay. Okay, first the question the 20 in the 1 to 5 questions 20 in video naan. Appo question number 1, what does sajda mean? Option A, bowing down. Option B, prostration. Option C, standing. Option D, none of these. What does sajda mean? Option A, bowing down. Option B, prostration. Option C, standing. Option D, none of these. 5, 4, 3, 2, 1. Next question. Adinte answer undayathu the option B, prostration. And ആ ദിക്ർ and അത്തഹിയാത്തു ലില്ലാഹി വസ്സലാത്ത് അല്ല and അതല്ല ആ 20A തന്നെ ഒരു ദിക്ർ ഉണ്ട്. അത് ഏത് പറയൂല, അത് പറയാം. സജ്ദയില് തരുന്ന ദിക്റാണ് സുബ്ഹാന റബ്ബിയൽ ആല. അതിന് എത്ര പാർട്സ് ഉണ്ട്? എത്ര വേർഡ്സ് എന്നല്ല, എത്ര പാർട്സ്? ആ നമ്പർ മാത്രം അടിക്കാം. 5, 4, 3, 2, 1. Next question. അതിന്റെ ആൻസർ ഉണ്ടായത് 4. ഇനി ആല പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ആണോ? ആല പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് ആണോ? ശരിയെങ്കിൽ ട്രൂ നിൽക്കണം, തെറ്റെങ്കിൽ ഫോൾസ് നിൽക്കണം. 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് ഫോൾസ് ആണ്. ബിക്കോസ് ആല പറഞ്ഞാൽ ഗ്രേറ്റർ, അൽ ആല പറഞ്ഞാൽ ദ ഗ്രേറ്റസ്റ്റ് എന്നാവും. ഇനി 20A നേരെ ശ്രദ്ധിച്ചെങ്കിൽ ഒരു നമ്മൾ സജ്ദയിൽ മുട്ടിക്കുന്ന 2 പാർട്സ് ആണ്. അല്ലെ, 2 പാർട്സ് അല്ല, കുറെ പാർട്സ്. അതിലത്തെ 2 മോസ്റ്റ് ഹോണറബിൾ പാർട്സ് ഓഫ് അവർ ബോഡി എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ 6 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ 2 ചൂസ് ചെയ്യണം. There are 2 most honorable parts of our body. Choose both of them. Option A, toes. Option B, heart. Option C, nose. Option D, chin. Option E, forehead. Option F, mouth. 2 choose ചെയ്യണം. 5, 4, 3, 2, 1. അതിന്റെ ആൻസർ ഉണ്ടായത് ഓപ്ഷൻ സി, നോസും. ഓപ്ഷൻ ഇ, ഫോർഹെഡ്. ഇനി നമ്മ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്ന വാക്ക് പറയേണ്ടതാണ്. ഓപ്ഷൻ എ, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, അത് പറഞ്ഞൂടാ. അല്ലെങ്കിൽ ഓപ്ഷൻ ബി, ഹൂ ആർ യു എന്ന് പറഞ്ഞൂടാ. ഓപ്ഷൻ സി, വൈ ഇസ് ദിസ് ഹാപ്പനിങ് ടു മീ എന്ന് പറഞ്ഞൂടാ. ഓപ്ഷൻ ഡി, അള്ളാഹ് ഡസ് നോട്ട് ലൈക്ക് മീ എന്ന് പറഞ്ഞൂടാ. We should never say which of these dialogues. Option A, I am the greatest. Option B, who are you? Option C, why is this happening to me? And option D, Allah does not like me. 5, 4, 3, 2, 1. Next question. ഹർഫിന്റെ പറ്റിയിട്ട് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെന്റ് ലാംഗ്വേജിന്റെ പറ്റിയിട്ട് ഹർഫ് ചേഞ്ച് ആകുമ്പോൾ എന്താവും, അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ പോയിന്റ്സ് എത്ര ഉണ്ടെന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ഓൺലി നമ്പർ ടൈപ്പ് ചെയ്യണം. ആ നമ്പർ മാത്രം അടിച്ചിട്ട് എന്റർ നോക്കിയാൽ മതി.
5, 4, 3, 2, 1. Next question. അതിന്റെ ആൻസർ ഉണ്ടായത് 4 points. നെക്സ്റ്റ് ഹർഫിന്റെ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അപ്പൊ 4 points ഉണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ 4ാമത്തെ പോയിന്റ് എന്തായിരുന്നു? Option A, a preposition can be there in Arabic but not in English. Option B അതിന്റെ ഓപ്പോസിറ്റ് ആണ്. A preposition cannot be there in Arabic but can be there in English. Option C, changing the preposition changes the meanings. Option D, different languages use different prepositions. ഇതായിരുന്നു 4 പോയിന്റ്സ്. ഓർഡറിൽ തന്നിട്ടില്ല. അപ്പോ ഇതിലത്തെ 4ാമത്തെ പോയിന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. 5, 4, 3, 2, 1. അതിന്റെ ആൻസർ ഉണ്ടായത് ഓപ്ഷൻ സി ആണ്. ഇനി 20A കഴിഞ്ഞിട്ടാകുമ്പോ എത്ര ഹർഫാണ് ടോട്ടൽ ലേൺ ചെയ്തത്? അത് ആ വീഡിയോയിൽ തന്നെ ഒരു റിമൈൻഡർ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു. Five, 4, 3, 2, 1. ഇനി കുറച്ച് ഏത് സമയം തരാം. പ്ലസ് എന്ത് നമ്പർ മാത്രം ടൈപ്പ് ചെയ്യണം. 5, 4, 3, 2, 1. അതിന്റെ ആൻസർ ഉണ്ടായത് 7. ഇനി ബി ഒരു ഹർഫാണ്. അപ്പോ ഇന്ന് 3 എക്സാമ്പിൾസും ഒരു നൺ ഓഫ് ദീസ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവയിൽ ഏതിലാണ് ബി ഉള്ളത്, ആ ഹർഫുള്ളത്? താവൂദിലുണ്ടോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം? ബസ്മലയിലുണ്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ഹംദലയിലുണ്ടോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ? അല്ലെങ്കിൽ വേറെ ഏതോ ആയത്തിലുണ്ട്? പ്ലസ് ഉണ്ടെന്നല്ല, ഓരോ തന്ന ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് ഓപ്ഷൻ ബി, ബസ്മല. ഇനി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. By the end of lesson 20B, we will learn 84 words which occur almost 26,500 times in Quran. Five, 4, 3, 2, 1. Next question. അത് ശരിയായിരുന്നു. How many kinds of worship are there in the first line of Tashahhud? ആ ഫസ്റ്റ് ലൈൻ ഓഫ് തശഹൂദ് ഉദ്ദേശിക്കുന്നത് അത്തഹിയാത്തു ലില്ലാഹി വസ്സലവാത്തു വത്തയ്യിബാത്തു. ഇതിൽ എത്ര കൈൻഡ്സ് ഓഫ് വർഷിപ്പ് ആണ് ഉള്ളത്? ഇഷലന്റെ ഇഹ്സാന്, ഫാത്തിമ ഹന്ന, ദുആ, ഫാദി, ഹാത്തിമ, ഐഷ ബിൻത് മജീദ്, അബ്ദുറഹ്മാൻ, ഹനാൻ, സഫ, മുഹമ്മദ് അജ്മൽ, ഹെൽമി ആഷിഖ്, റാഹ, അബ്ദുറഹീം, ഇഷൽ, അനീഷ്, സലാം, ഫൈസാൻ ബഹ്റൈൻ, ഐഷ അമൽ, ഐഷത്ത് ഹാദിയ, ഹിഷാം, നിഹ്ല, അബ്റാദ്, പിന്നെ സഹറ, ഇസാൻ, സാറ, മരിയം, സഫ ഷഫീഖ്, ഫിദ ഫാത്തിമ, റെഹാൻ, ഇൻഷാ, സമീൻ, ലിബ. ഓക്കെ. 5, 4, 3, 2, 1. നെക്സ്റ്റ്. അതിന്റെ ആൻസർ ഉണ്ടായത് 3. അത്തഹിയാത്തു ഒന്നായി, അസ്സലവാത്തു രണ്ടാമത്തെ, അത്തയ്യിബാത്തു മൂന്നാമത്തെ. ഇനി ഈ അത്തഹിയാത്തു, അസ്സലവാത്തു, അത്തയ്യിബാത്തു എല്ലാം സിംഗിൾ അല്ല ഉള്ളത്, പ്ലൂറൽ അല്ല ഉള്ളത്, അല്ലെങ്കിൽ മിക്സ്ഡ് ആണോ അല്ലെങ്കിൽ അറിയില്ല. Five, 4, 3, 2, 1. അതിന്റെ ആൻസർ ഉണ്ടായത് പ്ലൂറൽ.
And how many people will enter Jannah without being taken to account? അങ്ങനെ പറഞ്ഞാൽ എന്ത് ജഡ്ജ്മെന്റ് ഒന്നും ജഡ്ജ്മെന്റിന്റെ അതെല്ലാം പ്രൊസീജിയറിൽ സ്കിപ്പ് ചെയ്തിട്ട് സ്വർഗം ഡയറക്റ്റ് എൻ്റർ ആണ് എത്ര പേരുണ്ടാവും? 40,000, 50,000, 60,000, 70,000. 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് 70,000. അപ്പോ പ്രോഫറ്റ് ആണ് ഇത് പറഞ്ഞത്. 70,000 പീപ്പിൾക്ക് എന്ത് ഈ ജഡ്ജ്മെന്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് പോകും. അപ്പോൾ ഒരു സഹാബ ഗ്യാദറിംഗിൽ ഉണ്ടായിട്ടാകുമ്പോൾ എന്ത് നിന്നിട്ട് എന്ത് പ്രോഫറ്റ് പറഞ്ഞ് എന്ത് പ്രാർത്ഥിക്കാനും പറഞ്ഞു. എന്ത് ആ സഹാബ അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാവുന്നു. അപ്പൊ ഈ സഹാബാന്റെ പേരെന്തായിരുന്നു? ഓപ്ഷൻ എ ജുബൈർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി ഉക്കാഷ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി അബു ഉബൈദ റളിയല്ലാഹു അൻഹു. Five, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് ഓപ്ഷൻ ബി ഉക്കാഷ റളിയല്ലാഹു അൻഹു. ഇനി ഉക്കാഷ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉക്കാഷ റളിയല്ലാഹു അൻഹു ഹാസ് സർപാസ്ഡ് യു ഓൾ. അങ്ങനെ പറഞ്ഞിനോ? പറഞ്ഞിട്ടില്ലേ? ഇതിൽ ഒരു വേർഡും തെറ്റിയാൽ ഫോൾസ് ഇടണം. 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് ട്രൂ. ഇനി ഹാദ, ഹഉലാഇ, ദാലികവും ഉലൈക ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് വരുന്നുള്ളത്? Five, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് 950. In question number 17, which word's meaning is those? ഹാദ പറഞ്ഞെങ്കിൽ ദോസ് ആണോ? ഹഉലാഇ പറഞ്ഞെങ്കിൽ ദോസ് ആണോ? ദാലിക പറഞ്ഞെങ്കിൽ ദോസ് ആണോ? അല്ലെങ്കിൽ ഉലൈക പറഞ്ഞെങ്കിൽ ദോസ് ആണോ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് ഉലൈക. ഇനി ഹാദ ചെയ്യുമ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് വൺ ഫിംഗർ കാണിക്കും. ഹഉലാഇ ചെയ്യുമ്പോൾ അങ്ങനെ 4 ഫിംഗേഴ്സ് ഉപയോഗിക്കും. മാത്രം ദാലിക ഉലൈക വേറെ ഏതും വഴിയില്ലല്ലോ, അപ്പൊ അത് പോസിബിൾ അല്ല. അത് ശരിയാണോ തെറ്റാണോ? ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല, ബിക്കോസ് അത് ഫീമെയിൽ ജെൻഡറിന് ഉപയോഗിക്കും. അപ്പൊ ശരിയാണോ തെറ്റാണോ? വേറെ ഏതും വഴിയില്ലേ? 5, 4, 3, 2, 1. നെക്സ്റ്റ്. അതിന്റെ ആൻസർ ഉണ്ടായത് തെറ്റാണ്, ബിക്കോസ് വേറെ ഏതോ വഴിയുണ്ട്. അത് ഹാദാം ഹഉലാഇ ചെയ്യുമ്പോ കൈ നമ്മൾ അടുത്ത് വെക്കണം. ദാലിക ഉലൈക ചെയ്യുമ്പോ അപ്പുറം വെക്കണം. അപ്പുറമുള്ള ഒരു സാധനം കാട്ടുന്ന പോലെ. ഇനി 21B രണ്ട് നൗണെ ഉപയോഗിച്ചിട്ടോ എക്സാമ്പിൾ ആയിട്ട് ഹാദ, ഹഉലാഇ, ദാലിക, ഉലൈക ഒന്നും കൂട്ടാണ്ട് എന്തിങ്ങനെ ഹാദ മുസ്ലിം അല്ലെങ്കിൽ ഹാദ മുഅ്മിൻ അങ്ങനെ ചെയ്യുന്ന പോലെ രണ്ട് നൗണെ ഉപയോഗിച്ചിട്ടോ. 5, 4, 3, 2, 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഉണ്ടായത് യെസ്. ഒന്ന് മുസ്ലിമുന്റെ സെറ്റും മറ്റേത് കിതാബ്. ഇനി 21B കഴിഞ്ഞിട്ടാകുമ്പോ എത്ര വേർഡ്സ് ആണ് പഠിക്കുന്നത് ടോട്ടൽ? ഒരാളിപ്പോ 35 വേർഡ്സ് എന്നിട്ട് അങ്ങനെ വേർഡ്സ് നടക്കരുത്.
only number. 5, 4, 3, 2, 1. Okay, ഈ ക്വിസ് കഴിഞ്ഞു. അതിന്റെ ആൻസർ ഉണ്ടായത് 204. And scores. മരിയമും ഇഷൽ ആൻഡ് ഇഹ്സാൻ ആണ് ഹൈയസ്റ്റ് വിത്ത് 16. അബ്ദുറഹ്മാന് 19 മരിയമും ഇഷൽ ആൻഡ് ഇഹ്സാന് 18. പിന്നെ 19. അബ്ദുറഹ്മാന് നിഹില ആൻഡ് അബ്രാർ. പിന്നെ റാഹ 18. പിന്നെ 17 ഉള്ളത് ഐഷ ബിൻത് മജീദ്, ഐഷത്ത് ഹാദിയ ആൻഡ് ദുവ. ഓക്കെ. 10 above ഉള്ളവർ നാളെ 9:30 ക്വിസിൽ പങ്കെടുക്കാം. മാർക്ക് ലിസ്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെൽമിയുടെ ഇന്നത്തെ ടോക്ക് ഹോണസ്റ്റി, സത്യസന്ധത, കളവ് പറയരുത് എന്ന ആ ടോപ്പിക്ക് ഒന്നുകൂടെ പറയാണ്. കളവ് പറയരുത്, സത്യമേ പറയാവൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് അനുസരിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരമുണ്ട്, ഖുർആന് ധാരാളം പഠിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, മറ്റു കാര്യത്തിലൊക്കെ ഉഷാറാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സംസാരങ്ങള്, കാഴ്ചകള്, ഗീബത്ത്, നമീമത്ത് പറയാ, ഇതൊക്കെ നമ്മൾ മാറിയാലേ നമ്മൾ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. മുസ്ലിം എന്നത് പേര് കിട്ടിയാൽ മാത്രം പോരാ. ഒരാൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് മുസ്ലിം ആയാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഒരാൾക്ക് മുസ്ലിം ആവാം, അല്ലേ? പക്ഷെ ആ പറഞ്ഞാൽ എന്നല്ലത്, പറയലല്ലത്. പണ്ട് കേരളത്തിലൊരു വലിയ സംഭവം ഉണ്ടായി. കേരളത്തില് ശരീഅത്ത് വിവാദം ഉണ്ടായ സമയത്ത് ജഡ്ജ് ചോദിക്കുന്നുണ്ട്, ഒരു വലിയ മുസ്ലിം പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യാണ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ എന്ന് ജഡ്ജ് ചോദിച്ചപ്പോ ഈ പണ്ഡിതനായ മനുഷ്യന് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ഇങ്ങനെ മിണ്ടാതിരുന്നു. ജഡ്ജ് രണ്ടാമത് ഉറക്കെ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുമോ എന്ന് ചോദിച്ചു. അപ്പോഴും മറുപടി പറഞ്ഞില്ല. മൂന്നാമത്, ഇത് വയസ്സായ മനുഷ്യനല്ലേ, ഉറക്കെ ചോദിച്ചാൽ ചിലപ്പം കേൾക്കാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ചു ഉറക്കെ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഈ പണ്ഡിതനായ വ്യക്തി തിരിച്ചു ചോദിച്ചു, ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആയോ എന്ന് ചോദിച്ചു ജഡ്ജിനോട്. 3 വട്ടമായില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. അപ്പൊ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴേ നമ്മൾ റിയൽ ഇസ്ലാമിസ്റ്റുകളായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് കാഴ്ച, 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? 5 സെൻസ് ഓർഗൻസ് 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയെന്ന് അറിയുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത്. 5 സെൻസ് ഓർഗൻസ് അറിയാത്തവരുണ്ടാവും. ഒരാളെ കൊണ്ട് പറയിപ്പിച്ചു നോക്കട്ടെ. ആരോടാ പറയിപ്പിക്കുക? ആരാ പറയണേ? 5 സെൻസ് ഓർഗൻസ് അറിയുന്ന ഒരാള്. ലിബ നജീബ് പറഞ്ഞേ, ഏതൊക്കെയാണ്? Eyes, ആ ears, nose, mouth, skin. ഓക്കെ, ഇതാണ് 5 സെൻസ് ഓർഗൻസ് അല്ലെ. ഇതില് വെരി ഡേഞ്ചറായ, ഏറ്റവും ഡേഞ്ചറായ ഓർഗൻ, നരകത്തിലേക്ക് ടിക്കറ്റ് തരുന്ന ഒരു ഓർഗൻ ഉണ്ട്. നരകത്തിലേക്ക്, നമുക്ക് പെട്ടെന്ന് നരകത്തിലേക്കുള്ള നമ്മുടെ യാത്ര എളുപ്പമാക്കുന്ന ഒന്നുണ്ട്. ഏതാണത്? ഹനാന് പറയണതാ. വായ. അത് പറയണോണ്ട് തന്നെയാണ് അല്ലെ. വായ കാരണം, നാവ് കാരണമാണ് നമ്മൾ നരകം ഫ്രീ എൻട്രി ആണ്. നാവ് കൊണ്ടുള്ള നമ്മുടെ ഇബാദത്തുകളൊക്കെ ബാത്തിലാകുന്നത്, നമ്മൾ നിസ്കരിച്ചത്, ഓതുന്നതും, നമ്മൾ എന്ത് പുണ്യം ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബാത്തിലാവുക. അത് പുറത്ത് ഇങ്ങനെ മൈനസ് ആവുന്നുണ്ട്. ക്രെഡിറ്റും ഡെബിറ്റും നടക്കുന്നുണ്ട്.
അല്ലെ? ഇവിടെ ഇങ്ങനെ കൂടുണ്ട്, ഇവിടെ ഇങ്ങനെ നാവുകൊണ്ട് പറഞ്ഞ് നമ്മൾ നിസ്കരിച്ചതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 3 തരത്തിൽ വ്യക്തികളുണ്ട്. അത് ആരൊക്കെയാണ്? ആരാ പറയും? ഇന്നലെ പറഞ്ഞ എന്ന് ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. 3 രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട് ദുനിയാവില്. ആർക്കറിയാ? ബാദിറ. ആ പറഞ്ഞേ. ചീത്തവർ, നല്ലവർ. അതല്ല അതൊന്നല്ല. അറിയുന്നവര് പറയാം. ഫാദി. അത് ഒരു കൂട്ടം ആൾക്കാര് ക്രിയേറ്റീവ് മാത്രം പറയുന്നവര്, ഒരു Yes. കൂട്ടം ആൾക്കാര് സംഭവങ്ങൾ മാത്രം പറയുന്നത്, പിന്നെ മറ്റേ കൂട്ടം ആൾക്കാര് തൊള്ള തുറന്നാല് വേറെ ആൾക്കാരെ. യെസ് 3 കാര്യങ്ങളാണ്. ഫാദിയുടെ കറക്റ്റ് ആണ്. ഒന്നാമത്തെ നിങ്ങൾ ഏത് കാറ്റഗറിയാന്ന് ഓരോരുത്തർ ആലോചിച്ച് വെക്കുക. ചിലര് എപ്പോ സംസാരിക്കുന്നതും ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും. പുതിയ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ട് നല്ല എന്തെങ്കിലും കാര്യം, പുതിയ ന്യൂ ഐഡിയാസ്, ന്യൂ തിങ്സ് മാത്രം സംസാരിക്കും ചിലര് വായ തുറന്ന പറയാ സംഭവങ്ങളാ. പഠിച്ചോനെ അവിടെ അങ്ങനായി, ഇവിടെ ഇങ്ങനായി, അത് പഠിച്ചോനെ ഇന്നലെ അങ്ങനായി, അത് സംഭവമാണ്, ഇന്നലെ അവിടെ ആന വന്നു, ഇവിടെ ചേന വന്ന്, അതായി സംഭവങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചത്, അവിടെ നടന്നത്, ഇവിടെ അത് പറയുന്ന ആളാണ് സെക്കൻഡ് കാറ്റഗറി. നിങ്ങൾ ഏതാ നിങ്ങൾ ആലോചിച്ചോളി. തേർഡ് കാറ്റഗറിയാണ് ഏറ്റവും അപകടകാരികളായ മനുഷ്യരിലെ വിഷജന്തുക്കൾ എന്ന് പറയുന്നത് ഈ 3ാമത്തെ കാറ്റഗറിയാണ്. തൊള്ള തുറന്നാ ബാക്കിയുള്ളവരെ കുറ്റം പറയും. വാ തുറക്കണുണ്ട് ഉറപ്പിച്ചോ അത് ഒരാളെ പറ്റി പറയാനായിരിക്കും. ഒരു മനുഷ്യനെ പറ്റി, അത് ആരാവട്ടെ, വീട്ടിൽ ഉമ്മാനെ പറ്റിയായിരിക്കും, അനിയത്തിനെ പറ്റിയായിരിക്കും, കുറ്റം പറയാനായിട്ടേ വായ തുറക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്, എല്ലാ ദിവസവും രാത്രി ഈ മീറ്റിങ്ങിന് മുമ്പും ശേഷവും നാവിന്റെ അപകടങ്ങളെ പറ്റി ഓരോ ക്ലാസ് എന്നും അതന്നെ എടുത്താലോ എന്ന് ആലോചിച്ചു പോവാണ്. കാരണം നാവാണ് ഏറ്റവും വലിയ അപകടകാരി. നമ്മുടെ ശരീരത്തില് ഇത്രയധികം നമുക്ക് മനുഷ്യർക്കും സൊസൈറ്റിക്കും ദുൽമുണ്ടാക്കണ വേറൊരു ഒരു ഓർഗൻ ഇല്ല. അതുകൊണ്ട് നാവിനെ വളരെയധികം ശ്രദ്ധിക്കുക. നാവിനെ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെ? ദേഷ്യം വന്നാൽ കൺട്രോൾ വിട്ട് സംസാരിക്കുക, അല്ലെ? ദേഷ്യം വന്നാൽ, അല്ലെ? ദേഷ്യം വരാതെ തന്നെ നമ്മൾ സംസാരിക്കണം എങ്ങനെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയഖുൽ ഖൈർ ഔ ലിയസ്മുത്, അല്ലെ ലിയസ്കുത്. 2 ഹദീസാണ്. നിങ്ങൾക്ക് നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന വാക്കോടുകൂടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവേ സർവശക്തനായ തമ്പുരാനെ, ഇത് സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, നാവിനെ സൂക്ഷിക്കാൻ, നാവ് കൊണ്ട് എത്ര ആളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു എന്നറിയില്ല. ഒരുപക്ഷെ വാളുകൊണ്ടുള്ള മുറിവ് അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള മുറിവിനൊക്കെ അതിനൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ ആ മുറിവ് മാഞ്ഞു പോയേക്കാം. പക്ഷെ നാവുകൊണ്ട് നമ്മൾ പറഞ്ഞതവിടെ പിന്നെയും കിടക്കും. അതുകൊണ്ട് അള്ളാഹുവെ, ജീവിതത്തിന്റെ ഇന്നലകളിൽ ആരുടെയൊക്കെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ, അത് ഫ്രണ്ട്സ് ആവട്ടെ, അത് റിലേറ്റീവ്സ് ആവട്ടെ, അത് ആരാവട്ടെ, അള്ളാഹുവെ പുറത്തു തരണേ അള്ളാഹ്. നാവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശക്തി, അതിനുള്ള ഒരു കഴിവ് അള്ളാഹുവെ നൽകണേ അള്ളാഹ്. അള്ളാഹു ഈ നാവ് കൊണ്ട് ദിവസവും ഇതുപോലെ നിന്നോട് ഓപ്പൺ ആയിട്ട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അള്ളാഹ്. ചിലർക്കൊന്നും പ്രാർത്ഥിക്കാനുള്ള മനസ്സില്ല. അതുകൊണ്ട് അള്ളാഹുവെ, ചോദിച്ചാൽ മടുക്കാത്തവനാണ് നീ റബ്ബെ. അതുകൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് തരണേ അള്ളാഹ്. ഓർമ്മ വെച്ച കാലം മുതൽ നീയല്ലാത്ത ഒരു വ്യക്തിയോടോ ശക്തിയോടോ മറ്റാരോടും ജീവിതത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല റബ്ബെ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ചില പ്രാർത്ഥനക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിനൊക്കെ പെട്ടെന്ന് നീ മറുപടി തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കി തന്നിട്ടുണ്ട്. ചിലതൊക്കെ നീ ശരിയാക്കിയത് അതാണ് നല്ലതെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ ചോദിച്ചത് നീ തരൂല, എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അതായിരുന്നു നല്ലതെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹുവെ, എന്തൊക്കെയായാലും ഞങ്ങളുടെ ദുആ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അള്ളാഹ്. ഞങ്ങളുടെ ഇബാദത്തുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. ഹറാമായ കാഴ്ചകൾ ഞങ്ങളെ കണ്ണുകൾ കൊണ്ട് കാണിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിന് തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള, തെറ്റിന്റെ എല്ലാ ലോകത്തുനിന്നും മാറി നിൽക്കാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ആത്മാർത്ഥമായിട്ട് ഖുർആൻ പഠിക്കാൻ, ആത്മാർത്ഥമായി നിസ്കരിക്കാൻ, ആത്മാർത്ഥമായി അമലുകൾ ചെയ്യാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നിഫാഖില്ലാതെ, കാപട്യമില്ലാതെ, നിഫാഖോട് കൂടി, കപട മനസ്സോടുകൂടി ഖുർആൻ പഠിക്കാൻ. ഞാൻ എല്ലാരോടും ഒരു കാര്യം പറയാട്ടോ. ഒരു കുട്ടിയുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലേ, ഖുർആൻ പഠിക്കാൻ എന്ന് പറഞ്ഞിട്ട് രാത്രി ലാപ്പ് തുറന്നിട്ട് രാത്രി മുഴുവൻ നേരം വെളുക്കോളം
ഖുർആൻ പഠിക്കാനെന്ന് ഉമ്മാനോട് കളവ് പറഞ്ഞിട്ട് രാത്രി മുഴുവൻ ഓൺലൈനിൽ ഗെയിം കളിക്കുന്ന ഒരു കുട്ടി. എന്തൊരു തെറ്റാണ് ആ കുട്ടി ചെയ്യണത്. ഖുർആന്റെ പേരിലാണ്. അള്ളാഹു ആ കുട്ടിയെ അദാബിൽ നിന്ന് തൊട്ട് കാക്കട്ടെ എന്നാണ് ഞാൻ പറയാ. നിങ്ങൾക്ക് ഉമ്മാനെ ഒരുപക്ഷെ പറ്റിക്കാം, നിങ്ങൾക്ക് ഉമ്മാനെയും ഉപ്പാനെയും പറ്റിക്കാം, പക്ഷേ അള്ളാനെ പറ്റിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ഞാൻ ഇത് എല്ലാവരോടും ഒരു വാണിംഗ് എന്നുള്ളതിലേക്ക് പറയാട്ടോ. നിങ്ങൾക്ക് ഉമ്മാനെ പറ്റിക്കാം, ബാപ്പാനെയും പറ്റിക്കാം, ചിലപ്പോൾ നിങ്ങളെ കണ്ടെത്തൂല്ല. പക്ഷെ ഇങ്ങനെ ചെയ്താല് അള്ളാഹുവിന്റെ ഖുർആന്റെ കാര്യത്തിൽ നിങ്ങൾ കളിച്ചാൽ ആ കളി നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. അള്ളാഹു ഒരു ചെറുതായിട്ട് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയാൽ മതിയല്ലോ, നമ്മൾ തീർന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന്റെ കൺട്രോൾ പഠിച്ചവന്റെ അടുത്തല്ലേ. ആ കൺട്രോൾ അങ്ങ് എടുത്തു കളയും. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പഠിക്കുന്നവർ ആത്മാർത്ഥമായിട്ട്, അതിൽ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ആരും പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ഖബറിൽ നിങ്ങളെ ഉണ്ടാവുള്ളൂ. ആ ഒരു നിയത്തോടു കൂടി പഠിക്കുക. വീട്ടിൽ നല്ല സന്തോഷം ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഉമ്മാക്ക് നിങ്ങൾ ശല്യമായിട്ട് മാറരുത്. സന്തോഷമുള്ള അവസ്ഥയിലേക്ക് റാഹത്തായ റഹ്മത്തും ബർക്കത്തുള്ള ഒരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുക, ഖുർആൻ ധാരാളം ഓതുക, സംസാരം വളരെയധികം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ് ലെസൺസ്? ലെസൺ നമ്പർ 22, 23 അല്ലേ? ഓക്കെ, ശരിയല്ലേ? ഓക്കെ, 22 and 23. അപ്പൊ 22A, 22B, 23A, 23B. ഇൻഷാല്ല വ്യാഴാഴ്ച നിങ്ങൾ ആ കാണുന്ന വീഡിയോയിൽ കാണുന്ന, കാർട്ടൂണിൽ കാണുന്ന ഒരു ഉസ്താദ് ഉണ്ടല്ലോ, നിങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദ്, ആ ഉസ്താദിന്റെ ഒറിജിനൽ രൂപം ഇൻഷാല്ല വരും. അദ്ദേഹം സൗദിയിലാണ്. അദ്ദേഹം വ്യാഴാഴ്ച ജോയിൻ ചെയ്യും ഇൻഷാല്ല 10 മണിക്ക്. അദ്ദേഹമായിട്ട് സംസാരിച്ചു, അദ്ദേഹം റെഡിയാണ്, വരും. അപ്പൊ അദ്ദേഹം നേരിട്ട് നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാകണം. ഇൻഷാല്ല ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. വളരെ നല്ലൊരു കാര്യമാണ്. അറബ് ഭാഷയെ അല്ലെ ഖുർആന്റെ പഠനത്തെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രസന്റേഷൻ ആണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ആൻഡ് സ്വല ചൂസ് ചെയ്തതും. ഏതായാലും അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به. واعف عنا واغفر لنا وارحمنا. أنت مولانا فانصرنا على القوم الكافرين. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على خير خلقه سيدنا ونبينا محمد. السلام عليكم ورحمة الله وبركاته. എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉള്ളവരോടെ നിന്നാൽ മതി. ബാക്കി എല്ലാവരും വേഗം നിസ്കാരമുള്ളവർ വേഗം പോയിട്ട് നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കാനുള്ളവർ ഭക്ഷണം കഴിക്കുക, പിന്നെ പഠിക്കാനുള്ളവർ പഠിച്ചിട്ട് വേഗം വരിക. ഇത് 24 hours നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. എനി ടൈം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ വീട്ടിലുള്ള ഇഷ്യൂസ് ഇന്ന് നമ്മുടെ ഹാഷിം ഷെയർ ചെയ്ത പോലെ വീട്ടിലുള്ള ഇഷ്യൂസ് നമുക്ക് മെല്ലെ മെല്ലെ ഓരോ ഇഷ്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെറുതെ ഡിസ്കസ് ചെയ്യാം, ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടിയാലോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഹാഷിം അല്ലെ ഇഷാം? ഓക്കെ. അപ്പൊ ഏതായാലും എല്ലാവരും വേഗം പോയിട്ട് വേഗം വരിക. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ റൈസ് യുവർ ഹാൻഡ്. മറിയത്തിന് എന്താ ചോദിക്കാനുള്ളത്? മറിയത്തിന്റെ വീട്ടിൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, ഇനി പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ. എന്താണ് അവിടെ എക്കോ സിസ്റ്റം ചെയ്ത? ഓക്കെ പറയ്. പറഞ്ഞോ. ഒരു മിനിറ്റ്, ഞാന് ഒരു ഇതിന്റെ റെക്കോർഡിംഗ് നടക്കുന്നു. റെക്കോർഡിംഗ് ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.